ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ട 2-3 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതിന് നമ്മൾക്ക് ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ഡിലീറ്റ് മൈ അക്കൗണ്ട് നമ്മൾ 2-3 സിം എടുക്കും. ഒരു സിമ്മിന് ഓഫർ വരുമ്പോൾ ആ സിം എടുക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വേറൊരു സിമ്മിന് ഓഫർ വരുമ്പോൾ ആ സിം എടുക്കും. അതിൻ്റെ ശേഷം വേറൊരു സിം എടുക്കും. അപ്പോൾ അങ്ങനെ എല്ലാ സിമ്മിലും വാട്സപ്പ് ഉണ്ടാക്കും. വാട്സപ്പ് ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു വാട്സപ്പേ യൂസ് ചെയ്യും, ഒന്നേ ഉപയോഗിക്കും. ബാക്കി 2 അങ്ങനെ ഒന്നുകിൽ വാട്സപ്പ് നമ്പർ ചേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ വാട്സപ്പ് തന്നെ റിമൂവ് ചെയ്ത് കളയും. അതാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ വാട്സപ്പിൽ വരുന്ന മെസ്സേജ് ഈ നമ്പർ മാറിയത് അറിയാതെ ഫോട്ടോകളും വീഡിയോകളും മെസ്സേജുകളും അയക്കും. നമ്പറുള്ളവർ ഇത് ഫ്രണ്ട്സുകൾ മെസ്സേജ് അയക്കും. അപ്പോൾ ആ മെസ്സേജൊക്കെ അതിൽ വന്ന് കിടന്നിട്ട് ഒരു 3 മാസം വരെ കമ്പനി അത് വെയിറ്റ് ചെയ്യും. 3 മാസം സിമ്മ് നമ്മൾ യൂസ് ചെയ്തില്ല എങ്കിൽ പിന്നെ അത് ആ നമ്പർ വേറെ ആൾക്ക് കൊടുക്കും. അത് കമ്പനിക്ക് അതിനുള്ള അധികാരമുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എടുക്കുന്ന ആൾ അതിൽ ആ നമ്പറിൽ വേറെ വാട്സപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെസ്സേജൊക്കെ അദ്ദേഹത്തിന് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ആരും തന്നെ അത് അശ്രദ്ധ കൊണ്ട് അത് വിട്ടുകളയുന്നുണ്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, നമ്മൾ ഒരു വാട്സപ്പ് ഒഴിവാക്കി വേറൊരു നമ്പറിൽ വാട്സപ്പ് ആക്കുകയാണെങ്കിൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ പഴയ നമ്പർ അടിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യണം. ആ അക്കൗണ്ട് ആ ഫോണിൽ ആ വാട്സപ്പിൽ തന്നെ പിന്നെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പുതിയ നമ്പറിൽ വാട്സപ്പ് ഉണ്ടാക്കാവൂ. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും. അത് വളരെയധികം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മളെ ഫോൺ നമ്പർ അടിക്കുക. ഇവിടെ നമ്മൾ ആ വാട്സപ്പ് യൂസ് ചെയ്യുന്ന ഫോൺ നമ്പർ ഇവിടെ അടിക്കുക. അതിന് ശേഷം ഡിലീറ്റ് മൈ അക്കൗണ്ട് കൊടുക്കുക. എന്നാൽ ആ അക്കൗണ്ട് ഡിലീറ്റായി. പിന്നെ വേണ്ടിക്കിൽ നമുക്ക് റീആക്ടിവേഷൻ ചെയ്യാം. അപ്പോൾ ആ അക്കൗണ്ട് അവിടെ ഡിലീറ്റായി. അങ്ങനെ ചെയ്യണം നിർബന്ധമായിട്ടും. പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്, ഈ വാട്സപ്പിൽ ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ അറിയാത്തവരുണ്ട്, ലൊക്കേഷൻ അയക്കാൻ അറിയാത്തവർ. അവർക്ക് വേണ്ടിയാണ് രണ്ടാമത്തെ കാര്യം. അതിന് നമ്മൾ ലൊക്കേഷൻ അയക്കേണ്ട ആളത് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക, 3 ഡോട്ട് ടച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ അയക്കാൻ നമുക്ക് ഈ താഴെ കാണുന്ന ഈ പിന്നിൻ്റെ സിമ്പിൾ ഓപ്പൺ ചെയ്യുക. ഇതിൽ നമുക്ക് ഫോട്ടോ അയക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ പിന്നെ ഡോക്യുമെൻ്റ് ക്യാമറ ഓപ്പൺ ചെയ്യുക, ഓഡിയോ, ലൊക്കേഷൻ. ഇവിടെ ലൊക്കേഷൻ ഉണ്ട്. കോണ്ടാക്റ്റ് ചിലർക്ക് നമ്പർ പോലെ ഈ കോണ്ടാക്റ്റ് നമുക്കിങ്ങനെ സെലക്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കാം. അങ്ങനെയൊക്കെ സംവിധാനമുണ്ട്. ചില ആ നമ്പർ തന്നെ ടൈപ്പ് ചെയ്തിട്ട് അയക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ നമ്മളെ ഫോണിലുള്ള നമ്പറാണെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഏത് നമ്പർ അയക്കേണ്ടതെന്നുള്ള ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഏറോ മാർക്കിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ സെൻഡ് ആവുന്നതാണ്. അദ്ദേഹത്തിന് ഈ നമ്പർ ലഭിക്കുന്നതാണ്. അതുപോലെ വീണ്ടും ആ പിന്നിൻ്റെ സിമ്പിൾ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം ലൊക്കേഷൻ ഓപ്പൺ ചെയ്യുക. ലൊക്കേഷൻ ഓപ്പൺ ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ ആദ്യമായിട്ട് അയക്കുമ്പോൾ അലോ ചെയ്ത് കൊടുക്കണം, പെർമിഷൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത് പുതിയൊരു അപ്ഡേഷനാണ്, ഷെയർ ലൈവ് ലൊക്കേഷൻ. നമ്മളിപ്പോൾ ലൈവായിട്ട് എവിടെ ഉണ്ടോ അത് ലൈവായിട്ട് അദ്ദേഹത്തിന് കാണാൻ കഴിയും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ആ ഷെയർ ലൈവ് ലൊക്കേഷൻ എന്നുള്ളത് ടച്ച് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്താൽ ഇവിടെ ചോദിക്കും അദ്ദേഹത്തിന് 15 മിനിറ്റ്, 1 മണിക്കൂർ, 8 മണിക്കൂർ, 1 മണിക്കൂർ, 15 മിനിറ്റ് വരെ നമ്മൾ എവിടെ ഉണ്ടെന്നുള്ള അദ്ദേഹത്തിന് കാണണം. അതിന് ഇവിടെ
ഡിഫോൾട്ടായിട്ട് 1 മണിക്കൂറാണ് ഉണ്ടാകുക, അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അത് അയക്കേണ്ടത് ഇവിടെ ഈ ആരോ മാർക്കിൽ ടച്ച് ചെയ്താണ് അയക്കുക. ഇപ്പോൾ അത് ലഭിക്കുന്ന ആൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ ഉണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് കാണാൻ കഴിയും, നമ്മൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളത്. അത് ഒന്നാമത്തെ ട്രിക്കാണ്. രണ്ടാമത്തത് വീണ്ടും ആ പിന്നിൻ്റെ സിമ്പിൾ ഓപ്പൺ ചെയ്യുക, ശേഷം ലൊക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ എന്ന് കാണാം. അതാണ് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ, നമ്മളുള്ള സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ. ഇത് നമ്മളുള്ള ലൊക്കേഷനാണ് ഈ ലൈവ് ലൊക്കേഷൻ. ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. അത് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് സെൻഡാവും. ഒരു പ്രാവശ്യം ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് സെൻഡാവുന്നതാണ്. എങ്ങനെയാണ് ലൊക്കേഷൻ അയക്കുക, ലൊക്കേഷൻ സെൻഡ് ചെയ്യുക. അപ്പോൾ അത് ലഭിക്കുന്ന ആൾ ഇതേ മുതലേ ഇങ്ങനെ ലൊക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ഷൻ ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയിലാണ് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ആ സ്ഥലത്ത് പോകാവുന്നതാണ്. അതുപോലെ വേറൊരു കാര്യം നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ഇന്ന് ഗ്രൂപ്പ് ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. 2, 3, 4, 10, 15, 20, 50 ഗ്രൂപ്പുള്ളവരാണ് എല്ലാവരും. അവർക്ക് ഇപ്പോൾ പുതിയ അപ്ഡേഷനാണ്, ഇപ്പോൾ വാട്സപ്പിൽ വന്ന പുതിയ അപ്ഡേഷൻ. അത് ഫേസ്ബുക്ക് ഇത് ബീറ്റ വെർഷനിലാണ് അപ്ഡേഷൻ വന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയ അപ്ഡേഷൻ പ്രകാരം അഡ്മിന്മാർക്കല്ലാതെ വേറെ ആർക്കും അതിൻ്റെ ഈ ഗ്രൂപ്പിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധ്യമല്ല. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പുതിയ അപ്ഡേഷനിൽ ഇതാ ഗ്രൂപ്പ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് സെറ്റിങ്സ് അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് ഗ്രൂപ്പ് ഇൻഫോ, ഇതിൽ നമുക്ക് അഡ്മിൻ, അതിൽ നമുക്ക് ഓൺലി അഡ്മിൻ ടിക്ക് കൊടുത്ത് അവിടെ ഇത് കൊടുത്ത് ആൾ പാർട്ടിസിപ്പൻ്റ് ഓൺലി അഡ്മിൻ, അതിൽ നമുക്ക് ഓൺലി അഡ്മിൻ എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിന് മാത്രമേ അത് ചേഞ്ച് ചെയ്യാൻ ഗ്രൂപ്പിൻ്റെ പേര് ചേഞ്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല അറിവുകളുമായി, ഇത് അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയാണ്. നല്ല നല്ല അറിവുകളായി വീണ്ടും കാണാം.